ലാൽകുമാർ, തൃക്കരിപ്പൂര് 19 കൊല്ലമായി അരിവാളല്ലാത്ത ഒരു പാർട്ടി ചിഹ്നം നിയമസഭയിലേക്ക് ചിന്തിക്കുകയേ ചെയ്യാത്തൊരു മണ്ഡലമാണ്. അവിടെയാണ് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി. അതാ നാട്ടിൽ ജനിച്ചു വളർന്ന മുസ്തഫയെ മറ്റൊരു സീറ്റും കൊടുക്കാനില്ലാതെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നടന്നള്ളി വിട്ടൊരു സ്ഥാനാർത്ഥിയാണ് ചുരുങ്ങിയ ദിവസങ്ങളിൽ പ്രചാരണം നടത്തി പിടിച്ചെടുത്തത്. അതടക്കം ആഴമുള്ള തോൽവിയാണ്. ഒരു മാസമെങ്കിലും ചർച്ചയാവേണ്ടതാണ്. അതില്ലാതാക്കിയതിൽ യഥാർത്ഥത്തിൽ CPM നന്ദി പറയേണ്ടത് രാഹുൽ ഗാന്ധിയോടും ടീമിനോടും അല്ലേ ശ്രീ അഡ്വക്കേറ്റ് ലാൽകുമാർ? അങ്ങനൊന്നുമല്ല ആഷ്മി. കാര്യം CPM-നെ സംബന്ധിച്ചിടത്തോളം ഞാൻ CPM-ന് പുറത്തു നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ CPM-ൻ്റെ സംഘടനാ രീതിയെക്കുറിച്ച് ധാരണയുള്ളതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം CPM ഇത് ഉള്ളിലാണ് പരിശോധിക്കുക. ഇപ്പോൾ തൃക്കരിപ്പൂർ എന്താണ് സംഭവിച്ചത്, പയ്യന്നൂർ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ തളിപ്പറമ്പിൽ എന്താണ് സംഭവിക്കുന്നത്, ഇത് ഓരോ മണ്ഡലത്തിലും ഇപ്പം നമ്പൂതിരിപ്പാട് മത്സരിച്ച സ്ഥലമാണ്, അല്ല നായനാർ മത്സരിച്ച സ്ഥലമാണ് തൃക്കരിപ്പൂർ. അവിടെ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളത് അതൊരു ഇൻറ്റേർണൽ അനാലിസിസ് ആണ് നടത്തേണ്ടത്. അത് ജനങ്ങളുമായി ചേർന്ന അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസുമായി ചേർന്ന ഒരു കാര്യമല്ല. അത് വളരെ കെയർഫുള്ളായിട്ട് നടത്തേണ്ടതാണ്. വലിയ ഡെലിബറേഷൻസ് അതിനകത്ത് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിനകത്തൊരു സംശയമില്ല. കാര്യം നമ്മൾ തോറ്റത് വലിയ മാഗ്നിറ്റ്യൂഡിലാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചർച്ചയ്ക്ക് വന്നപ്പം ഹാഷ്മി ഓർക്കുന്നുണ്ടെന്നു, ഹാഷ്മിയുടെ കൂട്ടത്തിലായിരുന്നു എനിക്കറിയില്ല, ഞാൻ അപ്പം പറഞ്ഞതാണ് നമ്മൾ ജയിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. തോക്കുവാണെങ്കിൽ വലിയ സ്കെയിലും തോക്കും. കാര്യം തരംഗം ഉണ്ടെങ്കിലേ നമ്മൾ തോക്കൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ തരംഗം ഉണ്ടായിരുന്നു, അതിനനുസരിച്ച് നമുക്ക് തോൽവി നേരിടേണ്ടി വന്നു. അപ്പം അതിന് ആ തരംഗം ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഫാക്ടേഴ്സ്, ദർ കുഡ് ബി മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ആ ഫാക്ടേഴ്സ് എന്തൊക്കെയെന്ന് അറിയേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അപ്പം കോൺഗ്രസിൻ്റെ പ്രോസസ്സും ഇതും തമ്മിൽ മിക്സ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നോക്കൂ, അനിൽ ബോസ് ഇന്നത്തെ ഒരു ഇതിലങ്ങ് പറഞ്ഞതാണ് പല കാര്യങ്ങളും. എനിക്കതിനകത്ത് ഉണ്ടായ 1-2 റിസർവേഷൻസ് ഉണ്ട്. ഇപ്പം അനിൽ ബോസ് വരുന്നതിന് തൊട്ട് മുമ്പ് ഹാഷ്മി കാണിച്ച ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ എന്താണ്? അത് മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്. അദ്ദേഹം തന്നെ പറയുന്നത് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് നടക്കുന്ന ഈ പ്രശ്നം കൊണ്ട് കോൺഗ്രസ്സിലെ അല്ലെങ്കിൽ UDF-ലെ തന്നെ രണ്ടാമത്തെ ഘടകകക്ഷിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്ന് മുസ്ലിം ലീഗ് നേതാവാണ് പറഞ്ഞത്. നമ്മളാരും അല്ലല്ലോ. നമ്മൾ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു, നമ്മൾ ഈ വിഷയങ്ങളെയൊക്കെ അനലൈസ് ചെയ്യുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കൃത്യമായി അദ്ദേഹം പറയുന്നു അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, പല ഘട്ടങ്ങളിലായി നമുക്കത് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ എന്താണ് ബുദ്ധിമുട്ട്? ഞാൻ ആനന്ദ് കൊച്ചുകൂടി സത്യം പറഞ്ഞാൽ വളരെ വളരെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു. കാര്യം എന്താണ് ആനന്ദ് പറഞ്ഞതിൻ്റെ അതാണ് അതിൻ്റെ അകത്തെ റിയൽ സബ്സ്റ്റൻസ്. നിങ്ങൾ 10 ദിവസമോ 15 ദിവസമോ ഒക്കെ ഒരു മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് പോവുകയാണെങ്കിൽ തെറ്റൊന്നുമില്ല. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്ന് നോക്കി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ കുഴപ്പം MLA അല്ലാത്തുള്ള ഒരാൾ ക്ലെയിം വെക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, MLA ആയിട്ടില്ലാത്ത ആൾക്കാർ CPM-ൽ മുഖ്യമന്ത്രി ആയിട്ടില്ലേ? ആയിട്ടുണ്ട്. പക്ഷെ അതെപ്പോഴാണ്? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തോറ്റപ്പോഴാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇപ്പം നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ആൾക്കാർ തോക്കുവാണെങ്കിൽ നിങ്ങൾ പറയുന്നതിനകത്ത് കാര്യമുണ്ട്. 96-ൽ വി എസ് അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് 90. സാധാരണ ഇതിൽ അങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്ന ഒരു രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ലേലും അന്ന് വി.എസ്. അച്യുതാനന്ദൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ ജയിച്ചാൽ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരിക്കും, ഈഴവ മുഖ്യമന്ത്രി ആയിരിക്കില്ല എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പം അന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു. പിന്നീട് നായനാരെ പരിഗണിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യം വന്നു. കാര്യം അത്രയും വലിയൊരു സ്റ്റോൾവേർട്ട് തന്നെ വേണം എന്ന് പാർട്ടിക്ക് നിർബന്ധമുണ്ടായിരുന്നു. പിന്നീട് വി.എസ്. അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നോക്കൂ, നമ്മളെല്ലാം കണ്ട വിഷയങ്ങളാണ്. കേരളത്തിൽ വി.എസ്. അച്യുതാനന്ദൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നു. അത് ജനങ്ങൾ റോഡിലിറങ്ങി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ പാർട്ടി പരിഗണിക്കുകയാണ് ചെയ്തത്, അല്ലേ? അല്ലാതെ മാറി നിന്നോ എന്ന് പറയുകയല്ല ചെയ്തത്. പാർട്ടി പറയുകയും മുഖ്യമന്ത്രിയാകുകയും തന്നെയാണ് ചെയ്തത്. പിന്നെ രണ്ടാമത്തെ തവണ ഒബ്വിയസ്ലി അദ്ദേഹം ഏജ്ഡായി. പിന്നെ പാർട്ടിയുടേതായിട്ടുള്ള പരിഗണനയുണ്ട്. 1 പ്രാവശ്യം മുഖ്യമന്ത്രിയായി, 2 പ്രാവശ്യം പ്രതിപക്ഷ നേതാവായി, പല പ്രാവശ്യം പാർട്ടി സെക്രട്ടറിയായി. ഇപ്പോൾ മുഖ്യമന്ത്രി ആയിട്ടില്ലാത്ത പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകട്ടെ, അദ്ദേഹം MLA കൂടിയാണല്ലോ. അപ്പം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം അല്ല സത്യത്തിൽ വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയും VD സതീശനും തമ്മിലായിരുന്നു ഈ തർക്കമെങ്കിൽ ഇവർ ഹൈക്കമാൻഡ് ഇടപെട്ടുന്നു, പരിഹരിക്കുന്നു. നമുക്ക് ഓക്കെയാ, 10, 15, 22-ാം തീയതി തീരുമാനിച്ചാൽ മതി. 22-ാം തീയതി തീരുമാനിച്ചാൽ മതി. പക്ഷേ ഇവിടെ നിങ്ങളുടെ മാധ്യമ വാർത്തകളിൽ വെച്ച് നമുക്ക് മനസ്സിലാക്കുന്നത് MLA-മാർ എല്ലാവരും KC വേണുഗോപാലിൻ്റെ പേര് പറയുന്നു. അദ്ദേഹത്തിൻ്റെ പേര് എങ്ങനെ പറയുന്നു? സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന അദ്ദേഹം, അല്ലെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന അദ്ദേഹം ഈ പറയുന്ന MLA-മാർക്ക് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർക്ക് താല്പര്യമുള്ളവർക്ക് സീറ്റ് കൊടുത്തു.
ആ സീറ്റ് കൊടുത്തതിനെ അടിസ്ഥാനപ്പെടുത്തി അവർക്ക് എല്ലാവരും കെ സി വേണുഗോപാലിൻ്റെ പേര് പറയും. ഇപ്പം നമ്മൾ ജയിച്ചു കഴിഞ്ഞ് മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളുടെ പേര് പറയുക എന്ന് പറഞ്ഞാൽ അതൊരു സുഖകരമായ കാര്യമല്ല. കാരണം കേരളത്തിലല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നടന്നിട്ടുള്ളത്, കേരളത്തിലും കൂടിയാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. മഹാരാഷ്ട്ര അല്ലെങ്കിൽ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പ്രവർത്തനങ്ങൾ എത്രമാത്രം ഫ്രൂട്ട്ഫുള്ളായി, എത്രമാത്രം ബെനിഫിഷ്യലായി കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമി അതൊരിക്കലും കേരളം മാത്രമായിരുന്നില്ല. കേരളത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നിശ്ചയമായി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വെക്കുമ്പം സ്ഥാനാർത്ഥിയെ പോലും നിർണ്ണയിക്കാൻ ശക്തിയുള്ള, അല്ലെങ്കിൽ അനിൽ ബോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് എന്തൊക്കെ പറയാം എന്നുള്ള ചോദ്യത്തിൽ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും പറയാൻ പറ്റുന്നതിനെക്കാട്ടിലും കൂടുതൽ കാര്യം രാഹുൽ ഗാന്ധിയുടെ അടുക്ക പറയാൻ പറ്റുന്ന ഒരാൾ അദ്ദേഹത്തിന് താല്പര്യമുള്ള സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ച് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനായി ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ആഗ്രഹം തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ വലിയ രീതിയിൽ പണിയെടുത്ത ആൾക്കാർ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും, ഞാനിപ്പോൾ ഒരാളുടെ പേര് പറയുന്നില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി വി ഡി സതീശൻ ഒരു ബെറ്റർ ക്ലെയിം അതിനകത്തുണ്ട്. കാര്യം രമേശ് ചെന്നിത്തല ഒരു പ്രാവശ്യം പ്രതിപക്ഷ നേതാവായി ഇരുന്ന് തോറ്റുപോയ ആളാണ്, പിന്നെയും പ്രതിപക്ഷ നേതാവായി തോറ്റുപോയ ഒരാളാണ്. അപ്പോൾ അങ്ങനൊരു സാഹചര്യമുണ്ട്. പ്രതിപക്ഷ നേതാവായി ഇരുന്ന് ജയിച്ച ആളാണ് വി ഡി സതീശൻ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബെറ്റർ ക്ലെയിം ഉണ്ട്. അദ്ദേഹത്തെ ഇഗ്നോർ ചെയ്തുകൊണ്ട് നിങ്ങൾ MLA-മാരുടെ പൊസിഷൻ നോക്കിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കുന്നതിനകത്ത് പുറത്തു നിൽക്കുന്ന ആളെന്നുള്ള രീതിയിൽ എനിക്ക് നോക്കൂ, കോൺഗ്രസ് പൂർണ്ണമായും കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ്, പൂർണ്ണമായും. പക്ഷേ അതിനകത്തൊരു അനീതിയുണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറയേണ്ടത് ഒരു ബാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. ആ ഉറക്കെ വിളിച്ചു പറയാൻ നമ്മൾ പറയുന്നതിനെക്കാട്ടിലും ശക്തിയായി കോൺഗ്രസിൻ്റെ അണികൾ പറയുന്നു, കോൺഗ്രസിൻ്റെ അണികളുടെ താല്പര്യങ്ങൾ വെളിയിൽ വരുന്നു. നിങ്ങൾ തിരുവനന്തപുരത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹാഷ്മി ആപ്പ വാർത്ത വായിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഹാഷ്മി ചോദിക്കുന്നു, ഇത് പാളയത്താണോ എന്ന് ചോദിച്ചാൽ മറ്റൊരിടത്തും കൂടെ അതേ സ്ഥലത്ത് അതേ സമയത്ത് പ്രകടനം നടക്കുന്നുണ്ടായിരുന്നു. വലിയ ശക്തമായ പ്രകടനം വി ഡി സതീശന് അനുകൂലമായി നടക്കുന്നു. ഒരു വിജയാഘോഷം എന്ന് വിളിച്ചപ്പോൾ പോലും കെ സി വേണുഗോപാലിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ കീറുന്നു, പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ പോസ്റ്ററിൽ തുപ്പി. ഇതിലൊന്നും നമുക്ക് യോജിപ്പില്ല. പക്ഷേ അങ്ങനെ ഒരു രീതിയിലേക്ക് ഇവിടുത്തെ സാഹചര്യം ഉരുത്തിരിഞ്ഞു എന്നുള്ളത് കെ സി വേണുഗോപാൽ ഒരു ക്ലെയിം വെച്ചു എന്നുള്ളതാണ്. അദ്ദേഹം അങ്ങനെ ക്ലെയിം വെക്കാൻ പാടില്ലായിരുന്നു, നിശ്ചയമായും ക്ലെയിം വെക്കാൻ പാടില്ലായിരുന്നു. അദ്ദേഹം എന്തേലും ഇവിടെ ഒറ്റ സെക്കൻഡ് കൺക്ലൂഡ് ചെയ്യാം. അദ്ദേഹം ഒരു കാരണവശാലും വെക്കരുതായിരുന്നു പറഞ്ഞാൽ അദ്ദേഹം 2 മാസം മുമ്പ് മറ്റൊരു ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂവിന് എൻ്റെ പേര് വെട്ടിക്കോ എന്ന് വ്യക്തമായി പറഞ്ഞ ആളാണ്. ഞാൻ ആ മുഖ്യമന്ത്രി പദത്തിലേക്കോ മുഖ്യമന്ത്രി പദ താല്പര്യങ്ങളോ എനിക്കില്ല എന്ന് വ്യക്തമാക്കിയ സ്ഥിതിക്ക് പിന്നീട് എന്താണ് ഈ കൺഫ്യൂഷൻ? അല്ല, വ്യക്തമാക്കണം, ഇവർ തമ്മിലാണ് കൺഫ്യൂഷൻ. അത് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും. ഇപ്പം രമേശ് ചെന്നിത്തലയുടെ പ്രതികരണങ്ങളൊക്കെ കാണുമ്പം എനിക്ക് തോന്നുന്നത് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ ആ ഹോപ്പ് അബാൻഡൻ ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പം വി ഡി സതീശൻ്റെ ക്ലെയിം മാത്രമേ വലിയ ശക്തിയിൽ അവിടെ നിൽക്കുന്നുള്ളൂ. അദ്ദേഹത്തിനോട് ഒരു അനീതി നടക്കുന്നു എന്ന് ഉറച്ചു വിളിച്ചു പറയാൻ മടിയില്ല. നിങ്ങൾ ക്ഷമിക്കുമെന്നാണ് വിചാരിക്കുന്ന. കാര്യം മറ്റൊരു പാർട്ടിയെക്കുറിച്ചൊരു അഭിപ്രായം അനീതി ആയതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.